ഹായ് ഡിയേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഫോക്കസ് ഓൺ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 2 വീഡിയോകളിൽ ഏറ്റവും വിലയുള്ളത് ലൈഫാണെന്നും സമയമാണെന്നും നല്ല ബന്ധങ്ങളാണെന്നും പറഞ്ഞിരുന്നു. നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കൂടുതലായി ലഭിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിൽക്കുന്നത് കോന്നി വട്ടക്കാവ് ദേശത്ത് മലമുകളിൽ സ്ഥാപിതമായ എൻ്റെ ഈ മാതൃദേവാലയത്തിലാണ്. 1931 2 സ്ലീഹന്മാരുടെ നാമധേയത്തിലാണ് സ്ഥാപിതമായത്. അന്നു മുതൽ അനേകായിരങ്ങൾക്ക് നല്ല ബന്ധങ്ങൾക്കുള്ള മാർഗവുമായി നിലനിൽക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന്, ചുരുക്കം ചില ദൈവാലയങ്ങൾ മാത്രമാണ് 2 സ്ലീഹന്മാരുടെ നാമത്തിലുള്ളത്. അതിലൊന്നാണ് ഈ ദേവാലയം. പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൻ്റെ മാതൃദേവാലയം ഇളവള്ളൂർ സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചാണ്. ഇപ്പോൾ 170 വീട്ടുകാരും 700ഓളം അംഗങ്ങളുമാണ് ഈ ദേവാലയത്തിനുള്ളത്. വട്ടക്കാവ് ദേശത്തിൻ്റെ 4 ദിക്കുകളിലായി 4 കുരിശടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. നാനാജാതി മതസ്ഥരുടെ സഹകരണത്തിൽ പ്രദക്ഷിണവും പെരുന്നാളുകളും നടത്തപ്പെടുന്നു. ഈ ദേവാലയവുമായി നല്ല ബന്ധങ്ങളുള്ളത് ഈ ഇടവകക്കാർക്ക് മാത്രമല്ല എന്നതാണ് വാസ്തവം. നാനാജാതി മതസ്ഥരുമായി ഈ ദൈവാലയത്തിന് പല ബന്ധങ്ങളുമുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആയതുകൊണ്ട് തന്നെ 2 തരം ബന്ധങ്ങളാണുള്ളത്: ലൗകിക ബന്ധവും ആത്മീയ ബന്ധവും. ലൗകിക ബന്ധങ്ങളാണ് പുറമേ കാണുന്നത്. സമൂഹത്തിൽ പരസ്പരം ഒരുമിച്ച് കാണുവാനും സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കാനും ഒക്കെ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ളവരെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നും ഏതെങ്കിലും കുടുംബത്തിൽ സന്തോഷങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടായാൽ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കടപ്പെട്ടവരാണെന്ന ചിന്തയുണ്ടാവുമ്പോഴാണ് ആ പ്രദേശം ദൈവാലയം മൂലം അനുഗ്രഹിക്കപ്പെടുന്നത്. പള്ളിയായാലും അമ്പലമായാലും മസ്ജിദായാലും അങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടി കൂടിയാണ് ഇത്തരം ദൈവാലയങ്ങൾ ആളുകൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അത് നിലനിർത്തുവാനും ഒരു പരിധിവരെ ദൈവാലയങ്ങൾക്ക് സാധിക്കും. 2 ആത്മീയ ബന്ധമാണ്. അത് ദൈവവുമായുള്ള ബന്ധവും ദൈവീക മനുഷ്യരുമായുള്ള ബന്ധവുമാണ്. സ്ലീഹന്മാർ, സഹതന്മാർ, രക്തസാക്ഷികൾ, സഭാപിതാക്കന്മാർ ഇവരുമായുള്ള നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അത് നിലനിർത്തുവാനും ഇത്തരം ദൈവാലയങ്ങൾ കൂടി സാധിക്കുന്നു. കൂടാതെ പൂർവ്വകാലങ്ങളിലുള്ളവരെ ആരെയും വിസ്മരിക്കാതെ ബന്ധങ്ങൾ നിലനിർത്തുന്നു എന്നത് സുറിയാനി സഭയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഈ കാണുന്ന കല്ലറകളിൽ അവരുടെ ബന്ധങ്ങളെ നിലനിർത്താൻ അവരുടെ ബന്ധുമിത്രാദികൾ കടന്നു വരുന്നത്. ചുരുക്കത്തിൽ ലൗകികമായും ആത്മീയമായും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാനുള്ള നല്ലൊരു മാർഗമാണ് നമ്മുടെ പ്രദേശങ്ങളിൽ കാണുന്ന എല്ലാ ദൈവാലയങ്ങളും. ഒരു പ്രദേശത്ത് ഒരു ദൈവാലയമുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ നല്ല ബന്ധങ്ങളിലൂടെയുള്ള ഇടപെടലുകൾ കൊണ്ട് ആ പ്രദേശം അനുഗ്രഹമായി മാറും. ഈ പ്രദേശത്തിന് വിളക്കായി മലമുകളിൽ സ്ഥാപിതമായ ഈ ദൈവാലയം ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഏവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഫോക്കസ് ഓൺ ലൈഫിലൂടെ നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കിട്ടിയ ഈ ഭാഗ്യകരമായ ജീവിതത്തെ നല്ല ബന്ധങ്ങൾ കൂടിയും നല്ല ചിന്തകൾ കൂടിയും മനോഹരമായി ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ആൽബർട്ട് യോഹന്നാൻ. താങ്ക് യു, നന്ദി, നമസ്കാരം.